അല്ലേ തന്നെ ഡോക്ടറെ, നിങ്ങൾക്ക് എന്താ നിരനിരയായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യല്ലേ, എന്താ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നെല്ലാവരും ഒരു ചോദ്യമാണ്. എനിക്ക് ഒരുപാട് പണി വേറെ ഉണ്ട്, എന്നാലും ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യും. അതിനെന്നെ സഹായിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് എൻ്റെ കൂടെ. ഇപ്പം എനിക്ക് പുതുതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകാരനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. DJI Pocket 3. ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് ഒന്നുകൂടിയും എൻ്റെ ബ്ലോഗിങ് എളുപ്പമായി എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിത് സാളങ്ങോട്ട് പുറത്തെടുക്കുകയാണ്. ഇതാണ് കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് ഞാനിത് വാങ്ങിയപ്പോൾ ഒരു അൺബോക്സിങ് കിട്ടിയിരുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം. നമ്മളിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇതൊക്കെ കണ്ടോ, ഇവിടെ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഈ വ്യൂവിൽ നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ വേണം, നമുക്ക് റീൽസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയായി. അപ്പോൾ ഈ ബീച്ചിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അവിടെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം നമുക്ക്. അടിപൊളി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു വൈഡ് ആംഗിൾ ലെൻസും ഉണ്ട്. ഇനി കുറച്ച് വൈഡ് വ്യൂ ഒക്കെ എടുക്കണം തോന്നുകയാണെങ്കിൽ ഇവനെ പിടിച്ചിവിടെ അങ്ങോട്ട് പിടിപ്പിച്ചാൽ മതി. ഭയങ്കര സംഭവമാണ് ഇതാ. ഓക്കെ, വൈഡ് ആംഗിൾ വ്യൂ വെച്ച് ഇങ്ങനെ എടുക്കാം. പിന്നെ ഇനി ഇവനെ കൊണ്ട് നമുക്ക് വേണം ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സഞ്ചിയിൽ, ഇതിപ്പോൾ തൽക്കാലം ഞാൻ കൊണ്ട് മാറ്റി വെക്കുകയാണ്, ഇതിൻ്റെ കൂടെ ഒരു മൈക്ക് ഉണ്ട് കേട്ടോ. ഒരു മൈക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യം അതിൽ വൈഡ് ആംഗിൾ ലെൻസ് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപകാരമില്ലല്ലോ. നിങ്ങൾക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞു തന്നാലും അത് കഴിഞ്ഞു. ഇപ്പോൾ കവറും ഇങ്ങോട്ട് മാറ്റാം. ഇവിടെ കൂടെ ഒരു മൈക്ക് കിട്ടുന്നുണ്ട്. DJIൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പോക്കറ്റ് മൈക്ക് 2 ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഓക്കെ, ഇത് ക്രിയേറ്റർ കോംബോ ആണ്. ഈ ക്രിയേറ്റർ കോംബോൻ്റെ കൂടെ അത് കിട്ടുക, മറ്റേതിൻ്റെ കൂടെ അത് കിട്ടൂല കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന മറ്റു കാര്യം നോക്ക്. ഇതിനിവിടെ നമുക്ക് ട്രൈപോഡ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഹാൻഡിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതിവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രൈപോഡ് ഫിക്സ് ചെയ്യാം. കണ്ടോ, എന്നിട്ട് ഇവിടെ ഒരു ട്രൈപോഡ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ വേറൊരാളെ സഹായവും വേണ്ട. ഇവൻ തന്നെ അങ്ങ് ആക്കിക്കോളൂ. ഒരു യന്ത്രമനുഷ്യനെ പോലെ പുള്ളിക്കാരന് വന്ന് തന്നെ അങ്ങ് ചെയ്തോളും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇരുന്ന് കൊണ്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ ഇവിടെ വെക്കുന്നു നമുക്ക്. എന്നിട്ട് ഇതിന് നമ്മൾ ഫേസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, അങ്ങനത്തെ പല ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, ഇവനെവിടെ വെച്ച് കൊടുത്താൽ മാത്രം മതി, പുള്ളിക്കാരൻ നമ്മളെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് തന്നോളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു പവർ ബാങ്ക് പോലത്തെ സംഭവം ഇതിൻ്റെ കൂടെ നമ്മൾ ക്രിയേറ്റർ കോംബോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റർ എഡിഷനാണിത്, അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബാറ്ററി തീരാനായി കഴിഞ്ഞാൽ ഇവനെ കണ്ട് പിടിപ്പിച്ചാൽ അതും ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും ഇത് വാങ്ങാൻ പറ്റില്ല, പക്ഷേ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങാം. അല്ലാത്തൊരു സാധാരണ ഫോൺ വെച്ചും വ്ളോഗൊക്കെ ചെയ്യാം. വ്ളോഗിങ് ചെയ്യാൻ ഇപ്പോൾ പ്രത്യേകിച്ച് കഴിയും. സാധനമൊന്നും വേണ്ട, വല്ലാണ്ട് സാധനമൊന്നും വേണ്ട. ഒരു ചെറിയൊരു ഫോൺ ഉണ്ടെങ്കിലും കാര്യങ്ങൾ നടക്കും. ഈ മൈക്കും മറ്റേ സാധനം ഒന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. ഓക്കെ.